ഹായ് ഫ്രണ്ട്സ്, രാജരാജേശ്വരി നഗർ മലയാളി അസോസിയേഷന്റെ ആനുവൽ സ്പോർട്സ് ഡേ ആയിരുന്നു കഴിഞ്ഞ സൺഡേ. അപ്പോൾ അതിന്റെ കുറച്ച് വീഡിയോസാണ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ ശ്രമിക്കണം കേട്ടോ. നല്ല അടിപൊളി ഗെയിംസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കുറേശ്ശെ വീഡിയോസ് ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, എൻജോയ് ചെയ്യുക കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഗെയിംസൊക്കെ വളരെ ഫണ്ണി ആയിരുന്നു കേട്ടോ. എല്ലാ കുട്ടികൾക്കും കാരണം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എല്ലാ ഗെയിംസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ മത്സരം വിജയിക്കാനും ഒക്കെ ഭയങ്കര ഉത്സാഹത്തിലായിരുന്നു. കുട്ടികളുടെ ഉത്സാഹം പോലെ തന്നെയായിരുന്നു അവരുടെ പാരൻസിനും. എല്ലാവരും തന്നെ നല്ല അടിപൊളിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു കേട്ടോ. ഇതാ പെൺകുട്ടികളുടെ ഒരു ഗെയിമാണിത്. വാട്ടർ കൊണ്ടുതന്നെ ഫില്ല് ചെയ്യുന്നതൊക്കെ അതൊക്കെ ഭയങ്കര ജോഷായിട്ടായിരുന്നു കേട്ടോ കുട്ടികൾ പങ്കെടുത്തത്. കുട്ടികളുടെ ഈ പാർട്ടിസിപ്പേഷൻ സമാജത്തിന് ഒരു എന്താ പറയുക മുതൽക്കൂട്ട് തന്നെയാണ്. സമാജത്തിൻ്റെ ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് എല്ലാവർക്കും അവസരം കൊടുക്കുന്നുള്ളതാണ്. അതായത് കുട്ടികൾക്കും മുതിർന്നവർക്കും സീനിയർ സിറ്റിസൺസിനൊക്കെ അവർക്ക് പറ്റിയ അനുയോജ്യമായ തരത്തിലുള്ള ഗെയിംസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കൊച്ചു കുട്ടികളുടെയൊക്കെ ഗെയിം ആകുമ്പോഴത്തേക്കും അവർക്ക് ആവശ്യത്തിന് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കണമല്ലോ. നമ്മുടെ അതാ രമേശാണ് കുട്ടികൾക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. കുട്ടികളുടെ ഒരു ആകാംക്ഷ കണ്ടില്ലേ, അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതിനനുസരിച്ചായിരുന്നു അവരുടെ ഓരോ ഗെയിംസും സെലക്ട് ചെയ്ത് കേട്ടാ. കുട്ടികളുടെ ഇൻട്രസ്റ്റ് കൂടുതൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇതുപോലെയുള്ള ഗെയിംസുകളൊക്കെ. കുട്ടികൾ നല്ലോണം എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം. വൈകുന്നേരം വരെ എല്ലാവരും ആക്റ്റീവായിരുന്നു. ഇതാ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആട്ടോ ഇത്. എല്ലാവരും കൂടി ഭയങ്കര വർത്താനമൊക്കെയാണ്. പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരൊക്കെ ഇങ്ങനെ നിന്ന് വർത്താനമൊക്കെ ആട്ടോ എല്ലാവരും കൂടി. അപ്പോൾ എല്ലാവരും കൂടി കാണാനുള്ള ഒരു അവസരവും കൂടിയാണല്ലോ ഇങ്ങനെയുള്ള ഫങ്ഷൻസൊക്കെ. നമ്മുടെ വിസ്മയം ടീമും ബ്രിക്സ് വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ്. വിസ്മയ, ആവണി, നിഹാരിക, ദിയ എല്ലാവരും നല്ല ഇൻട്രസ്റ്റിംഗ് ഗെയിമായിരുന്നു കേട്ടോ. ഫണ്ണി കൂടിയാണ് ഇത്രയുള്ള ഗെയിംസുകളൊക്കെ. അപ്പോൾ അതിലൊക്കെ എല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു കേട്ടോ. അടുത്ത ഗെയിം സ്ലോ ആയിട്ട് സൈക്കിൾ ഇങ്ങനെ റൈഡ് ചെയ്യണം. കാല് താഴെ കുത്താൻ പാടില്ല കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കിട്ടാനും കൂടിയ ഒരു ഗെയിമായിരുന്നു അത്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു കേട്ടോ. അവരൊക്കെ സൈക്കിളൊക്കെ ആയിട്ടാണ് വന്നിരുന്നത്. ഇന്നത്തെ ദിവസം ഭയങ്കര വെയിലായിരുന്നു കേട്ടോ, പകല് മുഴുവൻ. അപ്പോൾ എല്ലാവരും പകുതിയായപ്പോഴത്തേക്കും ഭയങ്കര ടയേർഡായി. അപ്പോൾ കമ്മിറ്റി ഒരു നല്ല അടിപൊളി ജ്യൂസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജ്യൂസ് കുടിക്കാനുള്ള തിരക്കിലാണ് ഈ ആളുകളെല്ലാവരും. അപ്പോൾ ഇടയ്ക്കൊരു ബ്രേക്ക് കൊടുത്തതാട്ടോ. നമ്മുടെ ഫ്രണ്ട് ഷാജി, രമേശ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഫിലോമിന ചേച്ചി, ജിഷ, മഞ്ജു, ഷീബ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനമാണ് കിട്ടിയ സമയം. അത് കഴിഞ്ഞ് പിന്നെ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ലേഡീസിൻ്റെ ഗെയിംസ് ആയിരുന്നു. നല്ല അടിപൊളി ഗെയിമായിരുന്നു. എല്ലാവരും ഇൻട്രസ്റ്റിങ്ങിലായിരുന്നു കളിച്ചത്. പാട്ടൊക്കെ വെച്ച് നല്ല അടിപൊളി ഗെയിമായിരുന്നു. ഡാൻസ് കളിച്ചാൽ പോണം, ഡാൻസ് കളിച്ച് നടക്കാം.
ഡാൻസ് കളിച്ച് നടക്കുക. കുറച്ച് ഗെയിംസൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ലഞ്ച് ബ്രേക്ക് ആയിട്ടോ. ഈ സ്കൂള് രാജരാജേശ്വരി ടെമ്പിളിൻ്റെ വക ആയതുകൊണ്ട് തന്നെ അവിടെ വെജ് ഫുഡ് മാത്രമേ അലൗഡ് ആയിരുന്നുള്ളൂ കേട്ടോ. അപ്പം നല്ല സൂപ്പർ വെജ് ഫുഡായിരുന്നു കമ്മിറ്റി അറേഞ്ച് ചെയ്തിരുന്നത്. പൊറോട്ടയും പിന്നെ നാടൻ ചോറും കറിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കിട്ടിയ സ്ഥലത്തൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുക കേട്ടോ. ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ഗെയിംസ് കണ്ടിന്യൂ ചെയ്തു കേട്ടോ. ഇത് ഒരു കപ്പിൾ ഗെയിംസ് ആയിരുന്നു. ഞാനും ജിജോയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ. ഒരു മാല ഇട്ടുള്ള ഒരു ഗെയിമായിരുന്നു. അതായത് ലേഡീസിൽ ആരെങ്കിലും ഒരാൾ പോയിട്ട് അവരുടെ ഹസ്ബൻഡിന് മാലയിടും, ഹസ്ബൻഡ് ജെൻസിൽ ആർക്കെങ്കിലും കഴുത്തിൽ മാലയിടും. അപ്പോൾ അവർ ഒന്ന് അവരുടെ വൈഫിൻ്റെ അടുത്ത് മാലയിടും. അങ്ങനെയായിരുന്നു. എന്നിട്ട് മ്യൂസിക് ഇട്ടിട്ടുണ്ടാവും. അപ്പം മ്യൂസിക് നിന്ന് കഴിയുമ്പോൾ ആരുടെ കഴുത്തിലാണ് മാലയെന്ന് വെച്ചാൽ ആ പെയർ ഔട്ടാവും. അങ്ങനെയുള്ള ഒരു ഗെയിമായിരുന്നു കേട്ടോ. നല്ല ഫണ്ണി ആയിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു. This couple will be out of the game. This trial ആണ്. But again, നിങ്ങൾ അടുത്തുള്ള പാർട്ട്ണർ സീനിയർ സിറ്റിസൺസിന് പറ്റിയ ഗെയിം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അവരുടെ ഒരു ഗെയിമായിരുന്നു ബോള് പാസ് ചെയ്യുന്നത് കേട്ടോ. മ്യൂസിക് ഇട്ടിട്ട് പാസ് ചെയ്യും ബോള്. മ്യൂസിക് സ്റ്റോപ്പ് ആകുമ്പോൾ ആരുടെ കയ്യിലാണോ അവർ ഔട്ടാവും. അങ്ങനെയുള്ള ഒരു ഗെയിമായിരുന്നു. അവരും ആ ഗെയിമൊക്കെ നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് ഷോട്ട് പുട്ട് മത്സരമായിരുന്നു കേട്ടോ. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഞാനും വൈഷ്ണവും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു കേട്ടോ. എനിക്ക് തോന്നണു ഞാൻ ആദ്യമായിട്ടാണ് ഷോട്ട് പുട്ട് കയ്യിലെടുത്തത് തന്നെ. അന്ന് എല്ലാവരും കൂടി നിർബന്ധിച്ചു എറിയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാനും എറിഞ്ഞു ഷോട്ട് പുട്ട്.
ഷോട്ട് പുട്ടിൻ്റെ മത്സരമൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ ഉറിയടി മത്സരമായിരുന്നു. ഓണം ഗെയിംസിൽ ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള ഒരു ഗെയിമല്ലേ ഈ ഉറിയടി മത്സരം. അത് നല്ല ഫണ്ണി ആയിട്ട് തന്നെ എല്ലാവരും അടിച്ചു കിട്ടാ. ചിലവർ ശബ്ദം ആള് മാറി നിന്നിട്ടൊക്കെ അടിക്കണത്, കണ്ണ് കെട്ടിയേക്കണ കാരണം അറിയാൻ പറ്റില്ലല്ലോ. ആളുകളൊക്കെ ആണെങ്കിൽ കൂകി ബഹളമൊക്കെ ആയിരുന്നു. ശരിക്കും അതൊരു ഫണ്ണി ഗെയിം തന്നെയായിരുന്നു കേട്ടോ. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ അടിപൊളി തഗ് ഓഫ് വാർ ആയിരുന്നു, വടംവലി. അതും പറഞ്ഞ പോലെ തന്നെ ഓണത്തിൻ്റെ ഒരു കമ്പൽസറി ഗെയിമാണല്ലോ. നമ്മുടെ വൈഷ്ണവിൻ്റെയൊക്കെ വടംവലി മത്സരമാണ് ഈ നടക്കുന്നത്. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വടംവലിയുടെ വിജയികൾക്ക് ഗ്രൗണ്ടിൽ വെച്ച് തന്നെ ഓരോ വാഴക്കൊല കൊടുക്കും കേട്ടോ. അത് എല്ലാ കൊല്ലം പതിവുള്ളതാണ്. അപ്പോൾ ആ വാഴക്കൊല കിട്ടുമ്പോഴുള്ള സന്തോഷവും അത് എന്താ പറയുക, വലിച്ചു പറിച്ച് തിന്നുന്നതും ഒക്കെ കാണുന്നത് തന്നെ ഒരു വലിയ സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പം എല്ലാവരും കൂടി അത് എൻജോയ് ചെയ്താട്ടോ ചടങ്ങുകളൊക്കെ നടത്തുന്നത്. അതിനുശേഷം പിന്നെ ചായ സൽക്കാരമാണ്, ചായയും സ്നാക്സും. ഈ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല അടിപൊളി മഴ പെയ്തു. വടംവലി നടക്കുമ്പോഴും ഒക്കെ മഴയായിരുന്നു. പക്ഷേ മഴയൊന്നും ആരും വകവെച്ചില്ല കേട്ടോ. ഇത് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു സ്പോർട്സ് തന്നെ ആയതുകൊണ്ട് എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് പറയാമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഫോട്ടോ എടുക്കൽ സെക്ഷനായിരുന്നു കേട്ടോ. അപ്പോഴാണ് ആകാശത്ത് ഞാനൊരു മഴവില്ല് കണ്ടത്. നല്ല സൂപ്പർ മഴവില്ലായിരുന്നു. വെയിലും മഴയും ഒക്കെ കഴിഞ്ഞിട്ടാണ് മഴവില്ല് വന്നേക്കണത്. അപ്പോൾ ലേഡീസ് ടീം, വടംവലി ടീമാട്ടോ. അവർ ഫോട്ടോയ്ക്കും വീഡിയോക്കും പോസ്റ്റ് ചെയ്യുന്നതാട്ടോ. എല്ലാവരും ഹാപ്പി ആയി എന്ന് പറഞ്ഞാൽ മതി. വൈഷ്ണവും ഉണ്ണിയും അവരുടെ ടീമിൻ്റെ ട്രോഫി ആട്ടോ. എൻ്റെ വീഡിയോ കണ്ടവർ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.